ഐഡിയ സ്റ്റാർ സിംഗറിൽ ഉപയോഗിച്ച ചെരുപ്പും ഇതും കൂടി ഒരുമിച്ച് വെക്കണം കേട്ടോ. പക്ഷെ ഇത് വലിയ വഴിത്തിരിവായിരുന്നു അഭിരാമി. ചെറിയ കാര്യമില്ല. അന്ന് സ്കൂളിലൊക്കെ സ്റ്റാർ ആയില്ലേ? എന്തോരം ഇനോഗ്രേഷൻ ഒക്കെ പോയിട്ടുണ്ടെന്നറിയോ? ശരിക്കും ആ സമയത്ത് സ്റ്റാർ സിംഗർ കഴിഞ്ഞ കൊല്ലം തന്നെയായിരുന്നു ഇത്. അപ്പം സ്റ്റാർ സിംഗർ ടൈം മുതൽ ആൾക്കാർക്ക് അമൃതയുടെ സിസ്റ്റർ ഒരുമിച്ച് അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ചിലപ്പോ പുറത്തൊക്കെ പോകുമ്പോ ചേച്ചിനെ അങ്ങനെ വന്ന് നോക്കിയിട്ട് എന്റെ മുഖത്തേന് വന്ന് നോക്കിട്ട് ഇത് അനിയത്തി, അപ്പൊ അത് അമൃതയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൺഫേം ചെയ്യാറ്. ചേച്ചിനെ കണ്ടുപിടിക്കണ അനിയത്തിയുടെ മുഖം വേണ്ടി വന്നു. കണ്ടോ? പ്രശ്നം വെറുതെ കേട്ടോ അത്? അല്ല, അതില് സത്യമുണ്ട് ജോണേട്ടാ. കുഴപ്പമില്ല. കാരണം ചില ആളുകൾ ഞങ്ങൾ ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ എനിക്ക് വേറൊരു സംഭവം പറ്റിയിട്ടുണ്ട്. ഞങ്ങള് ഓബ്രോൺ മോളില് ലിഫ്റ്റില് ഞാനും അമ്മയും കൂടെ പോവായിരുന്നു. അപ്പോൾ ഒരു ആന്റി കയറി വന്നിട്ട് എന്നെ നോക്കിയിട്ട് അടുത്തുള്ള ആളുടെ അടുത്ത് പറയാണ്, ഇത് കണ്ടിട്ട് അമൃതേനെ പോലെ ഒരു ചായ ഉണ്ടല്ലേന്ന്. പിന്നെ ചിലരൊക്കെ വന്നിട്ട് എനിക്ക് കുട്ടിക്ക് സുഖമാണോ എന്നൊക്കെ. ഏത് കുട്ടി? ചേച്ചിയുടെ കുട്ടിയാണ്. എന്റെ അടുത്ത് വന്നിട്ട് ചേച്ചി വന്നിട്ടുണ്ടോ, ചേച്ചി അടുത്തുണ്ടോ, ഇവളോട് മോൾക്ക് സുഖമാണോ എന്നൊക്കെ ചോദിക്കുന്നത്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരു പീരീഡ് ഓഫ് ടൈമിൽ വി ഹാഡ് സ്ട്രെയിറ്റ് ലോങ് ഹെയർ. അപ്പം സ്പെക്സും ഉണ്ട്, ഒരേപോലത്തെ ഹെയർ സ്റ്റൈൽ എല്ലാം ഒരേപോലെ. മുടിയൊക്കെ വെട്ടി ചെറുതാക്കി, ചേച്ചിയും വെട്ടി. അപ്പം അങ്ങനെ ലുക്സിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തിയപ്പോഴാണ് എന്തൊക്കെ വ്യത്യാസം. ഇതൊക്കെ അഭിരാമിയുടെ ഫോട്ടോസ് ആണോ? അതെ, രണ്ടുപേരും. ഇത് ചേച്ചി. ഞാനാ എന്തുകൊണ്ടാ ഇതാണ് ആ ഫോട്ടോ. വീട്ടിൽ സ്റ്റുഡിയോയില് പോയി ഇത് അഭിരാമിയാണ്. ഇതൊക്കെ സൂക്ഷിച്ചു വെക്കണം കേട്ടാ. ഇത് ബോൾഗാട്ടിയില് നല്ല പല്ലായിരുന്നു ചേച്ചിയുടെ. രാവിലെ തുടങ്ങി ഞാൻ ഈ വേഷത്തിലായിരുന്നു നിക്ക, കൃഷ്ണ വേഷം ഇട്ടിട്ട്. ഇത് അച്ഛൻ ഫോറിനിലായിരുന്നു കുറച്ച് നാളെ. അപ്പൊ ഇങ്ങനെ ഫോട്ടോസ് എടുത്തിട്ട് അച്ഛൻ റിയൂണിയനിലായിരുന്നു. അപ്പം ഇങ്ങനെ ഫോട്ടോസ് എടുത്തിട്ട് അച്ഛൻ അയച്ചു കൊടുക്കുമായിരുന്നു. ഫോട്ടോ എടുക്കലായിരുന്നു ഹോബി. അപ്പൊ രാവിലെ എഴുന്നേറ്റിട്ട് കൃഷ്ണവേഷം കിട്ടി. ഇതെന്തത്? ഇതൊക്കെ തമിഴ് പടത്തിന്റെ. ഇതൊക്കെ എന്റെ മോഡലിംഗ് സ്റ്റാർട്ട് ഓഫ് ചെയ്ത സമയത്ത്. അഭിരാമി ഈ അഭിനയത്തെ ഒരു വളരെ ഗൗരവമുള്ളൊരു മേഖലയായിട്ട് കാണുന്നുണ്ടോ? അങ്ങനെ തന്നെയായിരുന്നു ചെറുതിലെ മുതൽ വന്നത്. ഒരു 9th കഴിഞ്ഞ് 10th ഞാനൊരു ആക്ടിങ് ഡിപ്ലോമ കോഴ്സൊക്കെ ചെയ്തായിരുന്നു രഞ്ജിത് സാറിന്റെ കൊച്ചിൻ മീഡിയ സ്കൂളിൽ. നല്ല ഗൗരവത്തോടു കൂടെ തന്നെയാണ് കണ്ടത്. ഇതൊക്കെ വരുത്തെടുത്ത് വരട്ടെ എന്നുള്ള ഇല്ലല്ലോ അല്ലേ അമൃത? അല്ലേ? അങ്ങനെ ഒരു യാതൊരുവിധ എന്താ പറയണ്ട ഒരു ടെൻഷനൊന്നും അഭിരാമിക്ക് കാണില്ല. പൊതുവെ കെയർ ഫ്രീ ആണ് ആള്. വരണ പോലെയൊക്കെ വരും, അങ്ങനെയൊക്കെ തന്നെയുള്ള ഒരു പണി കിട്ടി പറഞ്ഞില്ലേ, ആ മറ്റേ അടുത്ത കൂടെ പോയാൽ പോലും കിട്ടി പിന്നിപ്പോ അതെല്ലാം തലേ വാങ്ങിച്ചിട്ട് അങ്ങനെ ആയിപ്പോയി. നല്ല തൊലിക്കെട്ടി കുറച്ച് വർദ്ധിച്ചിട്ടുണ്ടാവില്ലേ? വരട്ടെ ഒരാൾ. ഗുലുമാൽ എന്ന ചിത്രത്തിലാണ് ഞാൻ അഭിരാമിനെ കാണുന്നത്. അപ്പോൾ അഭിരാമി വളരെ ചെറിയൊരു കുട്ടിയായിരുന്നു. അതിനുശേഷം ആക്ട്രസ്സായിട്ടും അതുപോലെ തന്നെ ആങ്കറായിട്ടും അതുപോലെ തന്നെ സിംഗറായിട്ടും ഞാൻ ഒരുപാട് ടെലിവിഷൻ ചാനലിലൂടെ അഭിരാമിനെ കണ്ടിരുന്നു. തീർച്ചയായിട്ടും ഒരു പേഴ്സൺ എന്നുള്ള രീതിയിൽ അഭിരാമി വളർന്നിട്ടുണ്ടാവാം ആസ് എ ഹ്യൂമൻ ബീയിങ്. പക്ഷെ എനിക്കറിയേണ്ടത് ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അഭിരാമിയുടെ ഗ്രോത്തിനെ എങ്ങനെ കാണുന്നു എന്നുള്ളതാണ്. സീരിയസ് ആയിട്ട് കണ്ടു തുടങ്ങിയോ? അതെയോ കാണേണ്ട പ്രായം ആയിട്ടില്ലേ? അതെയോ അങ്ങനെ കാണേണ്ട ഒരു കാര്യമല്ലേ ഇത്? ഇതൊക്കെ അങ്ങോട്ട് നൈസർഗികമായിട്ട് ആകസ്മികമായിട്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടതാണോ? അങ്ങനെ സീരിയസ് ആയി കണ്ടുകൊണ്ട് പ്രത്യേകിച്ചൊരു കാര്യമില്ല. VKP സാറും ഭയങ്കര ആ സമയം മുതലേ ഭയങ്കര കൂട്ടാണ്. ലൈക്ക് ലൊക്കേഷനിലൊക്കെ ആണെങ്കിലും പറഞ്ഞ പോലെ ആ സമയം ഞാൻ ഒത്തിരി ചെറുതായിരുന്നു. അപ്പോൾ ജയസൂര്യ, ജയൻ ചേട്ടനും ചാക്കോച്ചനും VKP എല്ലാവരും ഒക്കെ ഇങ്ങനെ ഭയങ്കര ഓടി നടക്കുന്ന ആ ഒരു മൈൻഡായിരുന്നു. ഞാൻ ചെറുതിലേ മുതൽ എനിക്ക് അഭിനയം തന്നെയായിരുന്നു ഇഷ്ടം. ലൈക്ക് എൻ്റെ ഒരു ഡീപ്പ് ഇൻസൈഡ് ഐ വുഡ് എനി ഡേ ബി ആൻ ആക്ടർ. എൻ്റെ പാട്ടിനുള്ളത് ഞാൻ VKP സാറിന്റെ കൂടെ വർക്ക് ചെയ്യുമ്പോഴാണെങ്കിൽ ഇപ്പോഴാണെങ്കിലും അന്ന് തൊട്ട് ഇന്ന് വരെ സ്റ്റെഡിലി ഇറ്റ്സ് ബിൻ ദർ. VKPയുടെ മൂവി ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഈ പറഞ്ഞ ആക്ടിങ് ഡിപ്ലോമ ചെയ്തത്. അപ്പോൾ ഡെഫിനറ്റ്ലി സീരിയസ് ആയിട്ട് എടുത്തിട്ട് തന്നെയായിരിക്കും. അപ്പം ലൈക്ക് ആ സമയം മുതൽ ആ പാഷൻ ഉള്ളത് കൊണ്ടും ആയിരിക്കും ഈ എല്ലാവരുടെയും ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ഈ ഒരു ടെൻഡൻസി ഉള്ളിലുണ്ട്. അപ്പം VKPനെ ഒന്നും ഇമിറ്റേറ്റ് ചെയ്തിട്ടില്ല. എന്തിനാ വെറുതെ ഉള്ള ചാൻസ് കളയണതൊക്കെ. അടുത്ത പടത്തിലേക്കാണ് വിളിച്ചതും കൂടെ കളഞ്ഞെടുക്കാൻ. അപ്പൊ ആ സമയം മുതലേ ഇങ്ങനെ ഇമിറ്റേഷൻ മൈൻഡിലുള്ളതുകൊണ്ട് എല്ലാവരെയും ഒന്ന് ഒബ്സർവ് ചെയ്ത് പഠിക്കുക എന്നുള്ളൊരു ഇതുണ്ട്. അപ്പം
ആസ് എൻ ആർട്ടിസ്റ്റ് ഐ തിങ്ക് ദാറ്റ് വുഡ് ബി എൻ്റെ പേഴ്സണലി എനിക്ക് കാണുന്ന ഏറ്റവും വലിയൊരു ആസ് എൻ ആർട്ടിസ്റ്റ് ഏറ്റവും പ്ലസ് പോയിന്റ് അതായിരിക്കും. ഇമിറ്റേറ്റ് ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസി എപ്പോഴും ഉള്ളതുകൊണ്ട് ലൈഫിൽ ഞാൻ എൻകൗണ്ടർ ചെയ്യുന്ന എല്ലാ ക്യാരക്ടേഴ്സിനെയും കുറെ കൂടെ എന്താ അവരിനെ കുറച്ചുകൂടി ആസ് എൻ ഇപ്പം പിന്നീട് എനിക്കിപ്പോൾ ഒരു ഇൻ കേസ് ഇൻ ഫ്യൂച്ചർ അങ്ങനെ വരുന്നല്ല, ഇപ്പം ഒരു TV ഹോസ്റ്റ് ഇങ്ങനെ വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു TV ഹോസ്റ്റിന്റെ ക്യാരക്ടറാണെന്ന് പറഞ്ഞാൽ എനിക്ക് ബ്രിട്ടാസ് ചേട്ടൻ്റെ ഇപ്പമുള്ള ആ ഒരു ഇത് മനസ്സിൽ വെച്ചിട്ട് എഴുതാൻ മതി. അപ്പൊ അന്ന് മുതൽ ഇന്ന് വരെയും ഐ ഓൾവേസ് ബിൻ പാഷനറ്റ്. അപ്പൊ ആ പാഷൻ ഉള്ളത് കൊണ്ട് ഡെഫിനറ്റ്ലി അത് എനിക്ക് ഓരോ വയസ്സ് കൂടുന്തോറും അതും എൻ്റെ കൂടെ തന്നെ വളരെയാണ്.